ഓം ശാന്തി. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ 1963 അമേരിക്കയിലെ ന്യൂയോർക്കിലെ ഒരു ഗ്രാമത്തിലൊരു വീട്ടിൽ അച്ഛൻ 10 വയസ്സായിട്ടുള്ള മോൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു ഷർട്ട് കാണിച്ച് ചോദിച്ചു, മോനെ ഈ ഷർട്ടിന് എത്ര വിലയുണ്ടാവും? അപ്പം മകൻ പറഞ്ഞു, ഇതിന് $1 വില കാണിരിക്കും അച്ഛാന്ന് പറഞ്ഞു. പഴയ ഷർട്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇതിനെ പുറത്ത് കൊണ്ടുപോയി $2 വിറ്റിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ കാര്യം എങ്ങനെ ചെയ്യണം എന്ന് ആ കുട്ടി ഒരുപാട് ആലോചിച്ചു. ആ ഷർട്ടിനെ നന്നായി കഴുകി അയൺ ചെയ്ത് റോയലായിട്ട് മടക്കി അവൻ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഉറക്കെ വിളിച്ച് പറഞ്ഞു, ഒരു ഷർട്ടിന് $2 മാത്രം, ഒരു ഷർട്ടിന് $2 മാത്രം. ഇത് കേട്ട ഒരാൾ അവൻ്റെ അടുത്ത് വന്നു. ആ ഷർട്ട് എടുത്ത് നോക്കി ഇഷ്ടപ്പെട്ടു. അങ്ങനെ അയാൾ $2 കൊടുത്ത് ആ ഷർട്ട് വാങ്ങിപ്പോയി. അവൻ സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടി വീട്ടിൽ വന്നു. അച്ഛൻ്റെ കയ്യിൽ $2 വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛാ ദാ അച്ഛൻ നിന്ന ഷർട്ട് ഞാൻ $2 വിറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ സന്തോഷത്തോടെ ആ പൈസയും വാങ്ങി അവനെ ഒന്ന് പുറത്ത് തട്ടി കൺഗ്രാജുലേറ്റ് ചെയ്തു. അച്ഛൻ പോയി. പിറ്റേ ദിവസം വീണ്ടും അച്ഛനൊരു ഷർട്ടും കൊണ്ടുവന്നു. അച്ഛൻ അവനോട് ചോദിച്ചു, മോനെ ഈ ഷർട്ടിന് എത്ര വിലയുണ്ടാവും? അവന് പിന്നെയും തോന്നി അതിന് $1 ഉണ്ടാവും അച്ഛാ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഇതിനെ കൊണ്ടുപോയിട്ട് $20 വിറ്റിട്ട് വരാൻ പറഞ്ഞു. ഈ ഷർട്ട് $20? അതാര് വാങ്ങും? എന്നാലും അവൻ അച്ഛൻ്റെ വാക്കിന് ഇല്ല എന്ന് പറയാൻ തോന്നിയില്ല. ഇതെങ്ങനെ ചെയ്യണം എന്നവൻ ചിന്തിച്ചു. ഷർട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തു. അവൻ ആ ഷർട്ടും കൊണ്ട് മാർക്കറ്റിലൂടെ വെറുതെ ഒന്ന് കറങ്ങി നോക്കി. അപ്പോൾ $20 ഈ മിക്കി മൗസിൻ്റെ ചില കാർട്ടൂണായിട്ടുള്ളതായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചതായിരിക്കുന്ന ഷർട്ടുകൾ വിൽക്കുന്ന അവൻ കണ്ടു. അവൻ എന്ത് ചെയ്തു? അങ്ങനെ 2-3 സ്റ്റിക്കർ വാങ്ങിച്ച് ആ ഷർട്ടിൽ മനോഹരമായിട്ട് പിടിപ്പിച്ചു. എന്നിട്ട് ആ ഷർട്ടും കൊണ്ട് ധനവാന്മാരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ അടുത്ത് സ്കൂളിൽ വിടാൻ നേരത്തെ പോയിട്ടെന്ന് പറഞ്ഞു, മിക്കി മൗസിൻ്റെ ഷർട്ടുണ്ട്, $20 മാത്രം, $20 മാത്രമാണ്. അതിലൊരു സമ്പന്നനായിരിക്കുന്ന മാതാപിതാക്കൾ അവരെ കുട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുണ്ടായിരിക്കുന്നു. ഈ ഷർട്ട് കണ്ടപ്പോൾ ആ കുട്ടി ഒരേ വാശി, എനിക്ക് ആ ഷർട്ട് കിട്ടിയേ പറ്റൂ എന്ന്. അവസാനം $20 കൊടുത്ത് അവർ ആ ഷർട്ട് വാങ്ങി അവരെ മകന് കൊടുത്തു. അവൻ $20 കൊണ്ട് വിശ്വസിക്കാൻ വയ്യാത്തത്ര സന്തോഷത്തോടു കൂടി വീട്ടിൽ വന്നു. അച്ഛൻ്റെ അടുത്ത് അത് കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛാ ദാ അച്ഛൻ പറഞ്ഞ് $20 ഞാൻ കൊണ്ടുവന്നിരിക്കുന്നുവെന്ന്. അച്ഛന് കുറേയും കൂടെ സന്തോഷമായി. അവനെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, മോനെ നിന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല കേട്ടോ, നീ മിടുക്കനാണ്, ആർക്കും നിന്നെ തടയാനാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. വേറൊരു ദിവസം അച്ഛൻ വേറൊരു ഷർട്ടും കൊണ്ടുവന്നു. അവൻ്റെ അടുത്ത് കൊടുത്തു, ചോദിച്ചു, ഇതിന് എത്ര വില വരും മോനെ എന്ന്. അവൻ പറഞ്ഞു മറുപടി, $1 വരും അച്ഛാ വില. അപ്പം അച്ഛൻ പറഞ്ഞതിന് കൊണ്ടുപോയിട്ട് $300 വിറ്റിട്ട് വരും. ഈ ഒരു പഴയ ഷർട്ടിന് $300? എങ്കിലും അവൻ അച്ഛനോട് അച്ഛനില്ല എന്ന് പറയാനായില്ല. അവൻ ആ ഷർട്ട് നന്നായി കഴുകി ക്ലീൻ ചെയ്തു, നന്നായിട്ട് റോയലായിട്ട് മടക്കി ആ സാധനം കൊണ്ട് പുറത്ത് പോയി എന്ത് ചെയ്യുന്നു വരയ്ക്കുമ്പോൾ അവൻ അറിഞ്ഞു അവിടെ ഫെര എന്നതായിരിക്കുന്ന ഒരു നടി അവിടെ വന്നിരിക്കുന്നു എന്ന്. അപ്പോൾ വരുന്നു എന്ന് കേൾക്കുന്ന സമയത്ത് ഇവൻ എന്ത് ചെയ്തു? ഓടിപ്പോയി ഈ ഷർട്ടും കൊണ്ടുപോയി ആ നടി കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആളുകളെ തിരക്കി ഉള്ളിൽ പോയിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ ഒരു ഓട്ടോഗ്രാഫ് എൻ്റെ ഈ ഷർട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും തന്നേ പറ്റുമെന്ന് പറയും. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ആവശ്യമല്ലേ, ആ നടിക്ക് നിരസിക്കാനായില്ല. അവൻ്റെ ഷർട്ടുമ്മേ ഒരു മനോഹരമായിട്ടൊരു ഒപ്പിട്ട് കൊടുത്തു. അപ്പോൾ അവൻ ആ ഷർട്ടും കൊണ്ട് വേറെ സ്ഥലത്ത് വന്നിട്ട് ഉറക്കെ വിളിച്ച് പറയാൻ തുടങ്ങി, ഫെറ ഒപ്പിട്ടതായിരിക്കുന്ന ഷർട്ടാണ്, വില മതിക്കാനാവാത്ത ഷർട്ടാണ്, വേണ്ടവർക്ക് വരാൻ വാങ്ങിക്കാമെന്ന്. അത് കേട്ടപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, $500 ഞാൻ തരാം, ആ ഷർട്ട് എനിക്ക് തരൂ. കൊടുക്കാൻ തയ്യാറായില്ല. വേറെ ആൾ വന്നിട്ട് പറഞ്ഞു $1000 തരാം. അപ്പോഴത്തേക്കും മറ്റൊരാൾ പറഞ്ഞു അല്ല $1500 തരാം. അപ്പോൾ വേറെ ആൾ പറഞ്ഞു അല്ല കേട്ടോ, 2000 രൂപയ്ക്ക് വില മതിക്കുന്നതാണ്, ഫെറയുടെ ഒപ്പാണ്, അതെനിക്ക് എന്തായാലും കിട്ടിയേ പറ്റുമെന്ന് പറയും. അപ്പോൾ മറ്റൊരാൾ വന്ന് ഇനിയും പുറകിൽ നിന്നിട്ട് വിളിച്ച് പറയും, അല്ല $3000 ഞാൻ ഇത് ഉറപ്പിച്ചിരിക്കുന്നു, നിനക്ക് ഞാൻ തരാൻ റെഡിയാണ്, ആ ഷർട്ട് എനിക്ക് വേണമെങ്കിൽ $1 കൊണ്ടുവരികയും ഇവൻ്റെ കയ്യിൽ പിടിപ്പിക്കുകയും ആ ഷർട്ട് വാങ്ങുകയും ചെയ്തു. അവന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പോലും ആവുന്നില്ല. $3000 തൻ്റെ കയ്യിൽ ഒരു പഴയ ഷർട്ടിന്. അവൻ ആ പൈസയും കൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ഓടി. അച്ഛൻ്റെ അടുത്ത് ചെന്നു, അച്ഛനോട് സംസാരിച്ചു, സന്തോഷത്തോടെ പറയണം, അച്ഛാ $300 അല്ല, ഞാൻ $3000 കൊണ്ടുവന്നിരിക്കുന്നു. അച്ഛൻ അവനെ സ്നേഹത്തോടെ അണച്ചു പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഒരിക്കലും നിന്നെ തോൽപ്പിക്കാൻ ഈ ഭൂമിയിൽ ആർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ മകനാണ് പിന്നീട് അമേരിക്കയിലെ പ്രസിദ്ധനായ ബാസ്കറ്റ് ബോൾ പ്ലെയറായിരുന്ന മൈക്കൽ ജോർദാൻ എന്ന് പറയുന്നതായിട്ടുള്ള കളിക്കാരൻ. തൻ്റെ ജീവിതത്തിലെ ഒരു കാര്യത്തിന് ഞാൻ എങ്ങനെ വിലമതിക്കുന്നു അതിൻ്റെ ആധാരത്തിലാണ് ആ കാര്യത്തിന് വില വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ വില വരുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ വില കൊടുത്തുകൊണ്ട് വില കിട്ടി നമുക്ക് മൂല്യം കൽപ്പിക്കാനായാൽ, നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനത്തിന് വില കൽപ്പിക്കാനായാൽ, ഞാൻ വില കൽപ്പിക്കാനായാൽ എന്നെ തടയാൻ ഈ ഭൂമിയിൽ ആർക്കും സാധ്യമല്ല.
അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ അറിയാൻ സാധിച്ചാൽ, നിങ്ങൾക്ക് വിലമതിക്കാനാവാത്തതായിട്ടുള്ള നിധിയാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞാൽ, ആ നിധിയെ പുറത്ത് കൊണ്ടുവരാൻ നമുക്കായാൽ നിങ്ങളെ തടയാൻ ഈ ഭൂമിയിൽ ആർക്കും സാധ്യമല്ല. നിങ്ങൾക്കങ്ങനെ സ്വയം അവനവനെ കണ്ടെത്താനും അതിലൂടെ മുന്നേറാനും സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.